മോൾക്ക് വാങ്ങിച്ച ബർത്ത്ഡേ ഗിഫ്റ്റിൽ 100% സന്തോഷവാനാണോ? ഉറപ്പായിട്ടും അതെ. അതായത് അതെ. വേറൊരു കാരണം വെച്ചാൽ മോളോട് സോബിൻ ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഷോപ്പിൽ കയറുമ്പോൾ തൊട്ട് മോളെ എന്താ അനുമോക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും മോളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എന്ന് വെച്ചാൽ സൈസിൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളൊരു ആൾ സന്തോഷമാണെങ്കിൽ പിന്നെ അതിൽ കുഴപ്പമില്ല. അത് മാത്രമല്ല കുഞ്ഞിനിട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗാഗ്ര ചോളിക്ക് സൈസ് കുറവാണ്, സാധാരണ ഭംഗി. പിന്നെ നമുക്കൊരു ടൈറ്റായിട്ട് തോന്നുന്നുണ്ട് കാണുമ്പോൾ. എന്നാലത് കുഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായം. സുമ, ഒരു ഗിഫ്റ്റ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഗിഫ്റ്റ് പാക്കിൽ പൊതിഞ്ഞ ഒരു സാധനമായിരിക്കും മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇച്ചിരി ഇതൊന്ന് പാക്ക് ചെയ്തേക്കുന്നെങ്കിലും പറയായിരുന്നു അവരോട്. അപ്പോൾ അവരത് പാക്ക് ചെയ്യുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പാക്ക് ചെയ്തേക്കുന്നെങ്കിലും പറയായിരുന്നു. അപ്പോൾ കൊച്ചിന് ഇത്തിരി സന്തോഷം. ഗിഫ്റ്റ് റാപ്പ് ഗിഫ്റ്റ് പേപ്പറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ പോയി പഞ്ചസാര 5 അവർ പാക്ക് ചെയ്തേ നമുക്ക് തരുള്ളൂ. അങ്ങനെയല്ല, ശരിക്കും ഞാൻ ഇതിനുവേണ്ടി ചോദിക്കില്ല. നമ്മുടെ സ്വന്തം മകൾക്ക് നമ്മൾ ഇതേ പ്രായത്തിലുള്ള ഒരു മോളെ കൊണ്ട് കടയിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് ഗിഫ്റ്റ് പാക്കായിട്ടാണ് നമ്മളോട് ബർത്ത്ഡേ ദിവസം നമ്മൾ അപ്പനും അമ്മയും ഇടത്തില്ല, കൊടുക്കത്തില്ല. അപ്പനും അമ്മയും ഇടിയിപ്പിച്ച് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ കൊടുക്കും. സുമ മാഡത്തിന്റെ കൊച്ചിനാണ് ഞാൻ തരുന്നെങ്കിൽ 100% ഞാൻ അങ്ങനെയല്ല, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു പാക്ക്, അതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലെങ്കിലും ഒരു പാക്കറ്റാണ് മനസ്സിൽ എപ്പോഴും വരുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. ചേച്ചിന്റെ ഡിഫിക്കൽട്ട് മനസ്സിലാക്കി കാണുമല്ലോ. സാധാരണ ആണുങ്ങൾ ഒരു കടയിൽ കയറിയാ പറയും ഈ കടയിൽ തന്നെ അല്ല എടുക്കാവുള്ളൂ, ഇനി വേറെ കട പറ്റില്ല. ഞാൻ സാധാരണ വൈഫിനോട് ചോദിച്ചറിയാം. ഞാൻ സാധാരണ പർച്ചേസിംഗിന് പോകുമ്പോൾ ഞാൻ സോബിന്റെ അല്ല, പൊതുവെ ആണുങ്ങളുടെ കാര്യം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് സാധാരണ മിക്ക ഭർത്താക്കന്മാർ അങ്ങനെ ഒരു കടയിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അടുത്ത കടയിൽ പോകും. പക്ഷെ ചിലവർക്ക് അത് സമ്മതമായിരിക്കുമല്ലോ. ചിലർ എനിക്കിനി എല്ലാ കടയിൽ നിന്ന് കയറി ഇടക്കാൻ പറ്റുമൊന്നുമില്ല, നീ ഇതിൽ നിന്ന് വാങ്ങി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ പറയും. ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഓഡിയൻസ്, നമ്മുടെ പ്രേക്ഷകരെല്ലാം നീ ഏത് ഭാര്യമാരെ ഷോപ്പിങ്ങിന് പോയാലും എത്ര വേണമെങ്കിൽ സമയം എടുത്തോളൂ, പക്ഷെ നല്ല 2-3 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. ടാസ്ക് ബേസ്ഡ് ആയിട്ട് പറയും, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ആയിരിക്കും പറയണത്. ബാക്കിയെല്ലാം ഓക്കെ. ദീപ, എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? സാധാരണ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നത്. പക്ഷെ സെലക്ഷനൊക്കെ ഇച്ചാൻ്റെ ആയിരിക്കും. എൻ്റെ ഡ്രസ്സാണെങ്കിൽ പോലും ഇച്ചാൻ സെലക്ഷൻ പറഞ്ഞാൽ മാത്രം ഞാൻ എടുക്കത്തുള്ളൂ. അല്ലാതെ എനിക്കായിട്ടൊരു ഇതില്ല. ഞാൻ സെലക്ട് ചെയ്ത് നോക്കും, 2-3 എടുത്തിട്ട് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ പറയുന്നത് ബോറ വേണ്ട. കുഞ്ഞിനാണെങ്കിലും എന്നെക്കാളും നന്നായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇച്ചാൻ. സോബിന്റെ ഷോപ്പിംഗ് ആരാ ചെയ്യുക, ദീപയാണോ അല്ല സോബിൻ? എൻ്റെ ഷോപ്പിങ്ങിന് ഞാൻ ദീപനെ വിളിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവർക്കൊക്കെ ഞാൻ നേരത്തെ എടുക്കും. ഇത് ഈ പറഞ്ഞ കണക്ക് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പം പോക്കറ്റ് കാലിയാവും. ഞാൻ പറഞ്ഞ അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ കൂടുതൽ ടൈം എടുക്കുമല്ലോ, തയ്പ്പിക്കണം, അതിനൊക്കെ നേരത്തെ എടുക്കും. ഞാൻ എന്താണ് എന്നോട് 10 പ്രാവശ്യം ചോദിക്കും, നിങ്ങൾ എടുക്കുന്നില്ല. ഞാൻ പിന്നെ എടുത്തോളാം. കല്യാണത്തിന് തൊട്ട് തലേന്ന് പോയിട്ട് രാത്രി പോയിട്ട് അഡ്ജസ്റ്റ്മെന്റിലങ്ങ് പോയിട്ട് നമുക്ക് രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തോണ്ട് വരും. അപ്പോൾ സോബിന്റെ ഫുൾ ലൈഫിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇവരാണ് ഉറപ്പായിട്ടും. പിന്നെ ആള് ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കിയിട്ട് സസ്പെൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും സസ്പെൻസ് ആയിട്ട് കൊടുത്തിട്ടില്ല. ആളുടെ ഒരു പരാതിയാണ്, ഒരിക്കലെങ്കിലും എനിക്കൊരു സസ്പെൻസ് ഗിഫ്റ്റ് കൊണ്ട് തരുമെന്ന് ചെയ്യുന്നു. അടുത്ത ബർത്ത്ഡേക്ക്